ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്കെല്ലാം കൂടെ 5 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. നമ്മൾ നോക്കി 5 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 4 പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോർ പേപ്പേഴ്സാണ്. അതിൽ ഒരെണ്ണം മാത്രം എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പേപ്പറാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. ആ 5 പേപ്പേഴ്സിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു പ്രശ്നം എന്നുള്ള ക്വാണ്ടിറ്റി ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഇതിൽ ആദ്യത്തെ പേപ്പറായിട്ടുള്ള ഇ ബിസിനസ് ആണ് നമുക്ക് ഇന്ന് ഒന്ന് നോക്കാനായിട്ടുള്ളത്. ഇ ബിസിനസ് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പേപ്പറാണ് കേട്ടോ. ഈ ബിസിനസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ബേസിക്കലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പേപ്പറാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പേപ്പർ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഞാൻ പറയും ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കാമെങ്കിൽ ഈസി ആയിട്ട് പറ്റും. എക്സാമിൻ്റെ തലേന്നിരുന്ന് പഠിക്കണം എന്നുള്ളതല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ആകപ്പാടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ സൈബർ ലോയിൽ കുറേ സെക്ഷനുകൾ പഠിക്കാനുണ്ട്. ഇതിൽ ആക്ട് ആണല്ലോ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇതിൽ ആക്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് സെക്ഷനുകൾ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 4 ക്രെഡിറ്റ് ആണ്. അത് കോർ പേപ്പർ ആയതുകൊണ്ടാണ് 4 ക്രെഡിറ്റ് വരിക. നമുക്ക് മേജർ ഒബ്ജക്റ്റീവ്സിലേക്ക് ഒന്ന് നോക്കാം. എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് പഠിക്കേണ്ടത്? ഒന്ന്, ടു എക്യുപ്പൈ ദ ലേണേഴ്സ് എമർജിങ് ട്രെൻഡ്സ്. നമ്മുടെ ബിസിനസ്സിലെ എമർജിങ് ട്രെൻഡുകളെ പറ്റിയിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് എക്യുപ്പലാണ് ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് എക്സ്പ്ലോർ ദി യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. കാരണം നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കുറേ ഇഷ്യൂസൊക്കെ നമ്മൾ സ്ഥിരമായിട്ടും കാണുന്നതാണ്. കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സൈബറായിട്ടുള്ള കുറേ ക്രൈംസ് വരുന്നുണ്ട്. സൈബർ ക്രൈംസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് തന്നെ നമുക്ക് കാണുന്നതാണ്. പിന്നെ അതുപോലെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഇഷ്യൂസൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. PGക്ക് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും അതിനെപ്പറ്റി ധാരണ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളോട് പഠിക്കാനായിട്ട് പറയുന്നത്. സൈബർ വേൾഡിനെ പറ്റിയിട്ടും അതേപോലെ സൈബർ റെഗുലേഷൻസിനെ പറ്റി. സൈബർ റെഗുലേഷൻസ് ഇൻ ദ സെൻസ് ദാറ്റ് ആക്ട് ആണ് കേട്ടോ, നിയമങ്ങൾ പഠിക്കണം, അത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ബിസിനസ് ആൻഡ് ഈ മാർക്കറ്റിംഗ് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് ടെക്നോളജീസ് കുറച്ച് ടഫാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ സൈബർ സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ്, സൈബർ റെഗുലേഷൻ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാനായിട്ട് പറ്റും. ഇതിൽ 2 ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ബിസിനസ്സിനും പിന്നെ 2 ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടും സൈബർ ലോസ് ആണ് പഠിക്കുക. അപ്പോൾ ഈ ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ മൊഡ്യൂൾ ഞാൻ പറയും. ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും സിമ്പിൾ മൊഡ്യൂളാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ബിസിനസ് ആൻഡ് ഇ കൊമേഴ്സ്. എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് പണ്ടത്തെ ബിസിനസ്സിലേക്ക് മാറ്റി ഇന്നത്തെ പോലെ ഓൺലൈൻ ബിസിനസ്സൊക്കെ എങ്ങനെ ആരംഭിക്കാൻ പറ്റും. അതിന് കുറച്ച് മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓവർവ്യൂ മതി. മോഡലുകളെ പറ്റി അങ്ങ് ഭയങ്കര ഡെപ്തായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഓവർവ്യൂ മാത്രം നോക്കിയിട്ട് പോയാൽ മതി. കുറേ മോഡൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 7 to 8 മോഡലാണ് നോർമലി വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൽ കുറവായിരിക്കാം. നിങ്ങൾ നോക്കി ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുക? നല്ലൊരു കാര്യമാണ് കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്രൗസിങ് ബിഹേവിയർ മോഡൽ, അതേപോലെ ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഈ അഡ്വർടൈസിങ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിലെ ട്രെൻഡുകൾ, നമ്മുടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വളരെ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ്. കുട്ടികളൊക്കെ വളരെ കോമൺ ആയിട്ട് അത് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ഈ ബ്രാൻഡുകളുണ്ട്, ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. സിമ്പിളാട്ടോ ഇതൊക്കെ. നമുക്ക് ഈ സിമ്പിളുമാണ്, അതേ സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഈ റീറ്റെയിലിംഗ് ആണ്. ഈ റീറ്റെയിലിംഗ് മീൻസ് നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ പോയി നമ്മൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ആൻഡ് സെൽ ഓഫ് ഗുഡ്സ്. ഓൺലൈൻ ത്രൂ ആയിട്ട് നമ്മൾ ഗുഡ്സും മറ്റുമൊക്കെ വിൽക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കണം. ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ലൈക്ക് B2B, B2C, B2G എന്നൊക്കെ പറഞ്ഞ് കുറേ മോഡലുകളുണ്ട്. പിന്നെ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ഈ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കാനായിട്ടുണ്ട്. B2C മോഡൽ, കുറേ മോഡലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത് B2C മോഡലാണ്. പിന്നെ EPO സിസ്റ്റംസെ പറ്റി പഠിക്കണം. നമ്മളൊക്കെ നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ആദ്യത്തെ മൊഡ്യൂളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ മൊഡ്യൂളായിട്ട് തോന്നുന്ന, വളരെ ഈസി മൊഡ്യൂളായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഈ ബിസിനസ് ആൻഡ് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു മൊഡ്യൂൾ.
രണ്ടാമത്തെ മൊഡ്യൂളും വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിൽ CRM പറ്റി പഠിക്കണം. ERP എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സപ്ലൈ ചെയിനും നന്നായിട്ട് നോക്കണം. CRM പറ്റി കസ്റ്റമറുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയാൽ മാത്രമേ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വിറ്റ് പോവുകയുള്ളൂ. അപ്പം എങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, റീസെൻറ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കണം. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വലിയ സോഫ്റ്റ്വെയർ ആണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ആ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതാണ്. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്. സപ്ലൈ ചെയിൻ മാനേജ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ റോ മെറ്റീരിയൽസും മറ്റുമൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത്, റോ മെറ്റീരിയൽസും മറ്റുമൊക്കെ നമ്മൾ സപ്ലയർ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സപ്ലയർ കയ്യിൽ നമ്മൾ റോ മെറ്റീരിയൽസും മറ്റുമൊക്കെ വാങ്ങിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ സപ്ലൈ ചെയിൻ പ്ലാനിംഗ് ഉണ്ട്, അതിൻ്റെ എക്സിക്യൂഷൻസ്, സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൊക്യൂർമെന്റ് ഇതാണ് നമ്മൾ സപ്ലയറിനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ വെബ് ബേസ്ഡ് ടെക്നോളജിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങളും കുറേ ആസ്പെക്റ്റുകളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് ഉള്ളത്. നല്ല വലിയ കുഴപ്പം ആദ്യത്തെ മൊഡ്യൂളിൻ്റെ അത്രയും സിമ്പിൾ അല്ല, എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും റിലവൻ്റ് ആയിട്ട് വരുന്നൊരു മൊഡ്യൂളാണ് സൈബർ സെക്യൂരിറ്റീസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ സൈബർ ക്രൈംസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു സമയമാണ്. സൈബർ ക്രൈംസ് ഒരു സൈബർ ക്രൈംസ് ഒക്കെ ഇത്രയും കോമൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തിൽ നമ്മൾ സിമ്പിളായിട്ടും സൈബർ വേൾഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് സൈബർ വേൾഡ്, സൈബർ സ്പേസ് എന്താണ്, അതിൽ തന്നെ ഉണ്ടാകുന്ന പല പല ഇഷ്യൂസ്, സൈബർ സ്റ്റോക്കിങ്, ഫോർജറി, ഫ്രോഡ്, ഇതൊക്കെ സൈബർ ക്രൈംസ് ആണ് കേട്ടോ. പിന്നെ IPRമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. സൈബർ ടെററിസം, വാൻഡലിസം, ഇതൊക്കെ സൈബർ ഇഷ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ മൊഡ്യൂളിൽ നിങ്ങൾ സൈബർ ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം പഠിക്കാനായിട്ട് നമ്മളോട് പറയുന്നത്. പിന്നെ നെറ്റ്വർക്ക് ആൻഡ് വെബ്സൈറ്റ് സെക്യൂരിറ്റി റിസ്ക്, നമ്മുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഈ ഡിജിറ്റൽ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ഈ ബിസിനസ്സിൻ്റെ റിസ്ക്കുകൾ, ഒരുപാട് റിസ്ക് ഉണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും റിസ്ക് എലമെൻറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ തന്നെ പല കസ്റ്റമേഴ്സിനെയും ഡീറ്റെയിൽസ് മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് സേഫായിട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ ഫയർ വോൾസ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ഫ്രെയിംവർക്കുകളൊക്കെ നമുക്ക് കൊണ്ടുവന്നാൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നാലാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ലോസ് ആണ്. കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന നിയമമാണ്. ഞാൻ പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൊഡ്യൂളാണിത്. കാരണം നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലെ സ്കോപ്പാണ് എന്താണ് സൈബർ ലോ, വാട്ട് ഈസ് സൈബർ ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്, അതെല്ലാമാണ് ഈ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ നമ്മൾ ടാക്സേഷൻ എന്ന് പറയുന്ന കാര്യം, ഗവേണൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കും. സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. സൈബർ ക്രൈംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ കോമൺ ആണ്, പത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് വരും. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്. അക്കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉണ്ട്. പിന്നെ IT ആക്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറയും. IT ആക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. IT ആക്ട് 2000 ആണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. 2000 IT ആക്ടാണ് പഠിക്കണം. അതിലെല്ലാ പ്രൊവിഷൻസ് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഉണ്ട്, നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കും പ്രൊവിഷൻസ്, അത് പഠിക്കണം. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ സെക്ഷനുകളൊക്കെ പഠിക്കും ഓരോന്നുമായിട്ട്. ഇപ്പം സൈബർ ടെററിസമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനുകൾ, ഇത് മിക്കപ്പോഴും ചോദിച്ചും കാണാറുണ്ട്. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും വരുന്ന സമയത്ത് ഇന്ന് സെക്ഷനുകളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം ഈ സെക്ഷൻസുകൾക്കെല്ലാം കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും. അതാണ് സൈബർ റെഗുലേഷൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പം 4 മൊഡ്യൂൾസാണ് നമുക്ക് 4 ബ്ലോക്കുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള ബിസിനസ്സും അതേപോലെ മാർക്കറ്റിംഗ് ആണ് ആദ്യം പറയുന്നത്. പിന്നെ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ടെക്നോളജീസിനെ പറ്റി പറയണം. പിന്നെ സൈബർ സെക്യൂരിറ്റി മാനേജ്മെന്റിനെ പറ്റിയിട്ട്, പിന്നീട് സൈബർ റെഗുലേഷൻസ്. ഈ 4 മൊഡ്യൂൾസേ ഉള്ളൂ. സിമ്പിൾ മൊഡ്യൂൾസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ബിസിനസ് കുറച്ച് ഈസിയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള പേപ്പറാണ് ബിസിനസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറയുന്നത്. നമ്മുടെ കൊമേഴ്സുമായിട്ട് വലിയ ആപ്ലിക്കേഷൻസ് അല്ല, എന്നാലും കുറച്ച് കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ മൊഡ്യൂൾസുകൾ വരുന്ന വീഡിയോസിലായിട്ട് കാണാം. താങ്ക്